കുടുംബം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സമാധാനവും സന്തോഷകരവും സംതൃപ്തവുമായ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രണയത്തിൻ്റെ ഭാഷകൾ അഥവാ സ്നേഹത്തിൻ്റെ ഭാഷകളെ കുറിച്ചാണ്. ദമ്പതികൾക്കിടയിലെ സ്നേഹത്തിൻ്റെ ഭാഷകളെ കുറിച്ചാണ്. പങ്കാളികൾക്കിടയിലെ പാർട്ട്നേഴ്സിനിടയിലെ പ്രണയ ഭാഷ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നവർ നല്ല പാർട്ട്നേഴ്സ് ആയിരിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. പാർട്ട്ണറുമായിട്ട് എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്കിടയിൽ നല്ല വൈകാരികമായ ബന്ധമുണ്ടായിരിക്കും. രണ്ടാമതായി ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ പങ്കാളിയോട് എന്തും തുറന്നു പറയുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്ത് രഹസ്യങ്ങളും പറയുവാനും അവ ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ പാർട്ട്ണർക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു നല്ല പാർട്ട്ണർ ആയിരിക്കും. മൂന്നാമതായി ഇഷ്ടങ്ങൾ. നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ പറയാതെ തന്നെ അവ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തിരിച്ചറിഞ്ഞ് അവരെ സംതൃപ്തിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ വളരെ സന്തോഷമാണ്. നിങ്ങൾ ഏറ്റവും നല്ല പാർട്ട്ണർ ആയിരിക്കും. നാലാമതായി തെറ്റുകൾ വരുമ്പോൾ. നിങ്ങൾക്കൊരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് തുറന്നു പറയാൻ നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതിന് ക്ഷമ ചോദിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു നല്ല പാർട്ട്ണർ ആയി. പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും സാധാരണമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ പിണങ്ങിപ്പോകാറുണ്ടോ? ശബ്ദമുയർത്തി സംസാരിക്കാറുണ്ടോ? ആക്രോശിക്കാറുണ്ടോ? അടിക്കാറുണ്ടോ? എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ശാന്തതയോടെ അതിനെ ഹാൻഡിൽ ചെയ്യുകയും നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളെ മുറിപ്പെടുത്താത്ത രീതിയിൽ മാനേജ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു നല്ല പാർട്ട്ണർ ആണ്. ക്ഷമയും വിനയവും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്ഷമയോടെയും വിനയത്തോടെയും പെരുമാറുവാനും സംസാരിക്കുവാനും ഇടപെടുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു നല്ല പാർട്ട്ണർ ആണ്. ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള പാർട്ട്നേഴ്സ് ദമ്പതികളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ടേക്ക് കെയർ.